ഇനി സംഭവിക്കാൻ പോകുന്ന മനസ്സിജൻ കുട്ടിമണിയെ ഉപേക്ഷിക്കാൻ സാധ്യതയെന്ന് മതികല സുഭദ്രയോട് പറയുന്നു. അച്ഛനില്ല കൊച്ചിനെ വയറ്റിൽ ചുമക്കുന്ന പൊട്ടിയെ ചുമക്കേണ്ട കാര്യം മനസ്സിജനില്ലല്ലോ. കുട്ടിമണിയെ ഓർത്ത് വിഷമിക്കുന്ന ബാലനെ ഇന്ദുബാല സമാധാനിപ്പിക്കുന്നു. ബുദ്ധിയിലാഞ്ഞിട്ടും അമ്മയായവളെന്ന പഴികൂടി കേൾക്കണം. ചന്ദ്രേട്ടൻ ഇങ്ങനെ അതിര് കടന്ന് ചിന്തിച്ചൊന്ന് നീറണ്ട. കുട്ടിമണിയുടെ നിഷ്കളങ്കത മനസ്സിജനെ വിഷമിപ്പിക്കുന്നു. അണ്ണാച്ചിയാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്ന് മതികല സമർത്ഥിക്കുന്നു. ഭാര്യയുടെ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോ? അണ്ണാച്ചി. ഈ പേരിൽ വയലോരം വീട്ടിലെത്തുന്ന അണ്ണാച്ചിയെ മനസ്സിജൻ അടിച്ചോടിക്കുന്നു. എന്തു പറഞ്ഞ അച്ഛനെ കൊന്നവൾ. കുറുപ്പിന്റെ മരണത്തിൽ കുട്ടിമണിക്ക് പങ്കുള്ളതായി മതികലയ്ക്ക് സംശയം. ഒരബദ്ധം എന്നതാണെന്ന് എനിക്കും അറിയത്തില്ല. തുടർന്ന് കാണുക. സിജ, എന്തു പറ്റി? മുഖം നിറയെ സങ്കടാണല്ലോ. ഏയ് ഒന്നുമില്ല എടുത്തി. ഉണ്ടല്ലോ, കുട്ടിമണി ഓർത്തുള്ള സങ്കടം അല്ലേ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിമണിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നത് ഒരർത്ഥത്തിൽ സങ്കടകരമായ കാര്യം തന്നെയാ. ഒരുപക്ഷെ കുട്ടിമണിയെ അടിമുടി മാറ്റാനും അത് മതിയായേക്കും. കുട്ടിമണിക്കൊരു കുഞ്ഞുണ്ടാകുന്നത് എനിക്ക് സന്തോഷമായിടത്തി. കുട്ടിമണിയെ നോക്കുന്നത് പോലെ കുഞ്ഞിനെ ഞാൻ നോക്കും. പക്ഷേ അത് മനസ്സിജന്റെ കുഞ്ഞായിരിക്കണം അല്ലേ? ഏതൊരു പുരുഷന്റെയും ഏറ്റവും ന്യായമായ ആവശ്യമാണത്. പക്ഷേ ഇവിടെ കുട്ടിമണി തെറ്റുകാരിയാണോ സിജ? ഇല്ല, എനിക്കറിയത്തില്ല ഏട്ടത്തി, എനിക്കൊന്നും അറിയത്തില്ല. ദൈവം എൻ്റെ മനസ്സിന് മീതെ ഒന്നിനു പിറകെ ഒന്നായി ആണിയടിച്ചോണ്ടിരിക്കുക. എൻ്റെ അല്ലിയുടെ മരണം അതിൻ്റെ നീറ്റിൽ ഒട്ടും കുറഞ്ഞിട്ടില്ല എൻ്റെ നെഞ്ചിൽ നിന്നും. അപ്പോഴാ അതിന് പുറകെ. അല്ലിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട് സിജ. ദൈവത്തിന്റെ ഓരോരോ കളികൾ. ദൈവം കരുണാമയനാണ്, നീതിമാനാണെന്നൊക്കെ പറയുമെങ്കിലും ചില സമയത്ത് ആർക്കും പിടികിട്ടാത്ത ചില കളികൾ കളിച്ചു കളയും. അതിലൊന്നാണ് അല്ലി. അല്ലിയെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ മനസ്സിലൊരു അനിയത്തിക്കുട്ടിയുടെ സ്ഥാനമുണ്ട്. ഒത്തിരി മിടുക്കിയായിരുന്നു കേട്ടത്തി അവള്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക്. സ്വപ്നങ്ങളുടെ ആകാശത്ത് നിന്ന് താഴേക്കൊരു വീഴ്ച. 4 വർഷം ഒരേ കിടപ്പിൽ. എന്നിട്ടും വിധി അവളെ വെറുതെ വിട്ടില്ല. എണീറ്റ് നടക്കാനാവെന്ന് പറഞ്ഞ് ആ പാവത്തിന് ഒരുപാട് മോഹിപ്പിച്ചു. ഒടുക്കം ഇന്നലെ രാത്രിയും സ്വപ്നത്തിൽ അവൾ എൻ്റെ അടുത്ത് വന്നു. എന്തിനാ ഏട്ടൻ വിഷമിക്കരുതെന്ന് പറയാൻ. അത്രയ്ക്ക് ജീവനായിരുന്നു എൻ്റെ അല്ലിക്കെന്നെ. അവളുടെ വേർപാടിന്റെ മുറിവ് ഇങ്ങനെ പച്ചയ്ക്ക് പച്ച നീറി നിൽക്കുമ്പോഴാ കുട്ടിമണി. നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത് ഏട്ടത്തിക്ക് അറിയത്തില്ലേ? ഏട്ടത്തിയും കണ്ടതല്ലേ കുഞ്ഞിന്റെ അവകാശവും പറഞ്ഞ് ഒരു തെണ്ടി ഇവിടെ കയറി വന്നത്. സിജ, അതൊക്കെ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളുകളല്ലേ? അറിയാം, അതല്ലേ ഞാൻ ആ മെമ്പറെല്ലാം അടിച്ചോടിച്ചത്. സത്യം പറഞ്ഞ അതിലെന്തേലും കേസ് വരുമെന്ന് ഞാൻ ഓർത്തായിരുന്നു സിജ. ഒന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഏട്ടത്തി. നല്ല ഒന്നാന്തരം ഭീരുവാ മെമ്പർ. കേസ് കൊടുത്താ ഇടി വേറെയും കിട്ടുമെന്നറിയാം. എന്തായാലും സിജൻ ഇക്കാര്യത്തിൽ ആരോടും വഴക്കിടാനൊന്നും പോകണ്ടാട്ടോ. പിന്നെ ഞാനിപ്പോ വന്നത് സിജനോട് വേറൊരു കാര്യം പറയാനാ. എന്താ എടുത്തി? കുട്ടിമണി ഒന്ന് തലചുറ്റി വീണു. ആശുപത്രിയിൽ കൊണ്ടുപോയി. പ്രഗ്നന്റ് ആണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു. പിന്നെ വിചാരണയായി, വിധിയായി. ഇതിനപ്പുറത്തെ സത്യം ഒന്ന് ചികഞ്ഞു നോക്കണ്ടേ നമ്മള്? ഏട്ടത്തി പറയുന്നത്? നമുക്ക് കുട്ടിമണിയെ വേറൊരു ഡോക്ടറെ കൂടി കാണിച്ചാലോ? അതെന്തിനാ എടുത്തി? ഞാൻ നോക്കിയിട്ട്
പ്രഗ്നൻസിയുടേതായ ഒരു ലക്ഷണവും കുട്ടിമണിയിൽ കാണുന്നില്ല. ക്ഷീണമോ തളർച്ചയോ ഭക്ഷണത്തോടുള്ള വിരക്തിയോ മനംപുരട്ടലോ ഒന്നും. അല്ല പക്ഷെ അന്ന് തലചുറ്റി വീണില്ലേ? തലചുറ്റി വീഴുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ടും ആവാലോ. ഏടത്തി പറയുന്നത്? സിജ, പ്രഗ്നൻസി പോലെ തോന്നിപ്പിക്കുന്ന വേറൊരു പ്രതിഭാസത്തെക്കുറിച്ച് ഞാൻ ചില മാഗസീനുകളിലും മെഡിക്കൽ ബുക്സിലും ഒക്കെ വായിച്ചിട്ടുണ്ട്. സ്യൂഡോ പ്രഗ്നൻസി എന്നാ അതിൻ്റെ പേര്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വ്യാജഗർഭം. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് വയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാവുന്നൊരവസ്ഥയാണത്. ഒറ്റനോട്ടത്തിൽ പ്രഗ്നൻസിയാണെന്നേ തോന്നും. അപ്പോ ഞാൻ എന്താ ഏട്ടത്തി ചെയ്യേണ്ടത്? പറ്റിയാൽ ഇന്ന് തന്നെ കുട്ടിമണിയെ വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കണം. പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി അത് ഉറപ്പാക്കണം. ഒരു തെറ്റും ചെയ്യാതെയാണ് കുട്ടിമണിയെ എല്ലാവരും ദ്രോഹിക്കുന്നതെങ്കിൽ അതിലും വലിയൊരു മഹാപാപം വേറെ ഉണ്ടാവില്ല സിജ. അതാ ഡാ, എന്താ മതി? എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ മതി. ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുകയും നീ അത് കേൾക്കുകയുമല്ല വേണ്ടത്. അതിന്റെ ബാക്കി നീ ചെയ്യുക. എന്തിന്റെ ബാക്കി? ഞാൻ പറയുന്ന കാര്യത്തിന്റെ ബാക്കി. ഒരു അന്വേഷണമാണ് മുന്നിൽ. ആരും ശ്രദ്ധിക്കാതെ വിട്ട ഒരു മരണത്തിന്റെ ശവക്കുഴി മാന്തിയുള്ള അന്വേഷണം. മനസ്സിലായോ? കാര്യം ഏതാ എന്താന്നൊക്കെ മതി വ്യക്തമായി പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. എന്നാ മനസ്സിലാക്കിക്കോ. ഇവിടുത്തെ അച്യുതക്കുറുപ്പിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. പിന്നെ കൊലപാതകമാ. കൊലപാതകം? അതെ, കൊലപാതകം. കിണറ്റിൽ തള്ളിയിട്ടുള്ള അതിദാരുണമായ കൊലപാതകം. മതി മതി, എന്തൊക്കെയാ പറയുന്നേ? മാലപ്പടക്കം പൊട്ടുന്ന പോലെ നീ ഒറ്റയടിക്കങ്ങ് ഞെട്ടി തീരാതെ മനസ്സിജ. ബാക്കി കൂടി കേക്കണ്ടേ? ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് അറിയണ്ടേ? ആരാണ് ചോര മണത്താന്ന് അറിയണ്ടേ? നിന്റെ ഭാര്യ കുട്ടിമണി. മതി, നിർത്ത്. പകയും വൈരാഗ്യമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്ന് കരുതി ഇല്ലാത്ത കാര്യങ്ങളിലെ ഈ കഥ പോകരുത്. ഇല്ലാത്ത കാര്യോ എന്നാര് പറഞ്ഞു? എനിക്ക് കിട്ടിയിരിക്കുന്നതേ ക്രിസ്റ്റൽ ക്ലിയർ ഇൻഫർമേഷനാ. തന്നത് അപ്പച്ചിയമ്മ. അവരാ പറഞ്ഞത് കുട്ടിമണിയാണ് അച്യുതക്കുറുപ്പിനെ കിണറ്റി തള്ളിയിട്ട് കൊന്നതെന്ന്. പ്ലീസ്. ഞാൻ മൊത്തം ഒന്ന് പറയട്ടടാ. അടുത്ത നിമിഷം ആ വാക്ക് ബബ്ബബ്ബാന്ന് പറഞ്ഞ് വിഴുങ്ങുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ക്ലാരിഫിക്കേഷനാണ്. ഞാനിപ്പോ നിന്നോട് പറഞ്ഞതിൽ 50% എന്റെ ഊഹം കൂടിയാണ്. വിവരം കിട്ടിയത് കുറച്ചു മാത്രമാ. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. വിവരം ശരിയാണോന്ന് കൃത്യമായി കണ്ടെത്തി തരേണ്ടത് ആരാ? നീ കണ്ടുപിടിച്ചു തരണം. മതി, ഞാൻ എന്താടാ? ഭാര്യ ചെയ്ത ഒരു കൊടും കുറ്റകൃത്യം പുറത്തു വരുന്നതിൽ നിനക്ക് വല്ല മടിയുണ്ടോ? അതോ നിനക്കും അറിയാമോ ഇക്കാര്യം? അയ്യോ മതി, എനിക്കൊന്നും അറിയത്തില്ല. എങ്കി നിന്റെ കുട്ടുവിനോട് തിരക്കണം. തഞ്ചത്തിൽ ചോദിച്ചറിയണം. അവളുടെ അച്ഛനായ അച്യുതക്കുറുപ്പിനെ കൊന്നത് അവള് തന്നെയാണോന്ന്. മതി, എന്തിനാ മതി? അത് കഴിഞ്ഞുപോയ കാര്യമല്ലേ? അതിന് അല്ല മതി, ഇനിയും അത് കുത്തിപ്പൊക്കണോ? വേണം, കുത്തിപ്പൊക്കണം. നിന്റെ കുട്ടു അകത്തു പോവെന്നുള്ള ഭീതിയല്ലേ നിനക്ക്? അതുകൊണ്ടല്ലേ കഴിഞ്ഞ കാര്യങ്ങൾ കുത്തിപ്പൊക്കണോന്ന് നീ ചോദിച്ചത്? അത് മാത്രമല്ല മതി, ഇതിപ്പോ 1 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. നമ്മളിപ്പോ ഇത് കുത്തിപ്പൊക്കിയ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് കരുതും? കുന്തം കരുതും. മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കും, അത്ര തന്നെ. പിന്നെ 1 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും
കൊലപാതകം തന്നെ. ഞാൻ ഞാൻ എന്ത് ചെയ്യണമെന്നാ മതി പറയുന്നേ? നീ കണ്ടുപിടിക്കണം. അപ്പച്ചിയമ്മ എന്നോട് സൂചിപ്പിച്ച, പിന്നീട് വിദഗ്ധമായിട്ട് മറച്ച കുട്ടിമണിയാണോ കുറുപ്പിന്റെ മരണത്തിന് കാരണക്കാരിയെന്ന പുറത്തു വരാത്ത സത്യം നീ കണ്ടുപിടിക്കണോടാ. കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്കെങ്ങനെയാ കണ്ടുപിടിക്കാൻ സാധിക്കുക? നിനക്കേ സാധിക്കൂ. നീ ചോദിച്ചാലേ അവള് പറയൂ. ഇഷ്ടമുള്ള തീറ്റി സാധനം കണ്ട അവിടെ പിടച്ചു വീഴുന്നവളാ കുട്ടിമണി. നീ 2 ബിരിയാണിയും കുറച്ച് ലഡുവും രസഗുളയും ജിലേബിയൊക്കെ വാങ്ങിച്ചു കൊടുക്ക്. പെണ്ണ് തത്ത പറയുന്നത് പോലെ കാര്യം പറയും. എന്താടാ, നിനക്ക് പറ്റത്തില്ലേ? മര്യാദയുടെ ഭാഷയല്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. അല്ലാതെ തന്നെ കേസ് തെളിയിക്കാൻ എനിക്കറിയാം. ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അനോണിമസ് കോൾ, അല്ലെങ്കിൽ എന്റെ അങ്കിളിനെ വിളിച്ച് കാര്യം പറയും. പിന്നെ കാണണോ മോനെ കളി? പെണ്ണിനെ തല കീഴായിട്ട് പിടിച്ചു കുലുക്കി അവര് സത്യം പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ നഖത്തിനിടയിൽ 2 പച്ചയിർക്കിൽ തുണ്ടോ 4 മുട്ടുസൂചിയോ തിരികിയ അവൾ അലറി വിളിച്ചു പറയും സത്യം. അയ്യോ മതി, വേണ്ട. എന്താടാ, നിനക്ക് പൊള്ളിയോ അതോ നൊന്തോ? നിന്റെ നെഞ്ചിടിപ്പില് തെറ്റിയ താളം എനിക്ക് കേക്കാവല്ലോടാ. മതി, ഉപദ്രവിക്കണ്ട മതി. ഓ, പ്രിയപ്പെട്ടവളുടെ ശരീരത്തിൽ നിന്നും ചോര പൊടിയുന്നതിന്റെയും അവളുടെ കണ്ണിൽ വെള്ളം നിറയുന്നതിന്റെയും സങ്കടം. അതാ ഞാൻ പറഞ്ഞത് നീ സത്യം കണ്ടുപിടിക്കാൻ. നീയാവുമ്പോ ബിരിയാണി കൊടുത്ത് സത്യം കണ്ടുപിടിക്കാൻ. പോലീസുകാരാണെങ്കിൽ ബിരിയാണിക്ക് പകരം ചൂരൽ കഷായം ആയിരിക്കും കൊടുക്കുക. ഞാൻ ചോദിച്ചോളാം മതി. ചോദിച്ചാ പോരാ, എനിക്ക് സത്യം അറിയണം. അന്ന് നടന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായി അറിയണം. പ്രശ്നമാക്കല്ലേ മതി. ആദ്യം നീ കാര്യം ചോദിച്ചു മനസ്സിലാക്കടാ. അത് കഴിഞ്ഞല്ലേ പ്രശ്നമാക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. മതി. ഇക്കാര്യത്തില് നീ കൂടുതൽ ഞരങ്ങണ്ട. പരമാവധി 1 ആഴ്ചത്തെ സമയം ഞാൻ നിനക്ക് തരും. പൊട്ടിയെ ചോദ്യം ചെയ്യാനും ഉത്തരം കണ്ടുപിടിക്കാനും. അതിനുള്ളിൽ ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ പിന്നെ പോലീസായിരിക്കും ചോദ്യം ചെയ്യാൻ വരിക. ഞാൻ പറയുന്നത് നീ അനുസരിച്ച അതിന്റെ ഒരു ആനുകൂല്യം നിന്റെ കുട്ടുവിന് ലഭിക്കും. ഇല്ലെങ്കിൽ മതി, ഞാൻ അനുസരിച്ചോളാം മതി. മിടുക്കൻ. അപ്പോ താമസിക്കണ്ട, എത്രയും പെട്ടെന്ന്. ഓക്കേ? മനുഷ്യ, നമ്മൾ എവിടെ പോവാ മനുഷ്യ? അതൊക്കെ ഉണ്ട് കുട്ടിമണി, പെട്ടെന്ന് ഇറങ്ങും. അതെ, എനിക്കുണ്ടല്ലോ 2 ഈ ഹാഫ് ചാരി മതിയോ അതോ ചുടിപാറ് വേണോ? ഇതൊക്കെ മതി. ഇനി എന്നാ ഒരുങ്ങാനാ? വേഗം ഇറങ്ങും. എനിക്ക് ബിരിയാണി മേടിച്ചു തരാൻ കൊണ്ടുപോവാനാ. ബിരിയാണിയൊക്കെ മേടിച്ചു തരാം. ഐസ്ക്രീമോ? സ്കീമോ? എന്ത് സ്കീം? ഐസ്ക്രീം. ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു തരാം. എല്ലാം വാങ്ങിച്ചു തരാനുള്ള മൂഡിലാണല്ലോ ഞാൻ. എന്റെ പൊന്നെ ഒന്നുമില്ല. അല്ല മനുഷ്യ, എനിക്ക് ബിരിയാണി ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? എനിക്ക് കുട്ടുവിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ശമാരിച്ചാണോ? ശമാരിച്ചോ. ഞാൻ ഇവിടെ ഇരുന്ന് കേട്ട് തരാല്ലോ. കുട്ടു, ഇങ്ങനെ സംസാരിച്ച പോരാ. എനിക്ക് പ്രൈവസി വേണം. അവന്റെ കൂടെ ഒന്നും ഞാൻ സമ്മാനിച്ചതില്ല. ആരുടെ കൂടെ? ഇപ്പൊ ഒത്തിന്റെ പേര് വന്നില്ലേ? അവന്റെ എന്നാണ്ട് പേര് വന്നേ? പ്രൈവസി. കുട്ടിമണി, പ്രൈവസി എന്ന് പറഞ്ഞ ആരുമല്ല, സ്വകാര്യത എന്നാ. സ്വകാര്യതോ? അതെന്നതാ? ഓ, പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ. സ്വകാര്യത എന്ന് വെച്ചാ രഹസ്യം. പരസ്യമല്ല, രഹസ്യം. രഹസ്യാനല്ലേ? എന്റെ ചെവിലോട്ട് പറഞ്ഞു മനുഷ്യ, വേഗം പറഞ്ഞു. ഇവിടെ വെച്ച് പറയാൻ പറ്റത്തില്ല. പിന്നെ രഹസ്യം റോട്ടി വെച്ചാണോ പറയുന്നേ? കുട്ടു, വലിയ വർത്താനം വേണ്ട കേട്ടോ. കൊച്ചുവായിൽ വലിയ വർത്താനം പറയുന്നു. എന്റെ കൊച്ചുവായനല്ല, ആനവാടോ. എന്റെ പൊന്നു കുട്ടി വായ അടക്കി, അല്ലെങ്കിൽ വല്ല ഈച്ച കയറി പോവും. നമുക്ക് പോവാം. പിന്നെ ഉണ്ടല്ലോ മനുഷ്യ. അതെ, നമ്മൾ എവിടുന്നാ ബിരിയാണി വെച്ചത്?
എന്റെ പൊന്നു കുട്ടുമണി, നമ്മൾ ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോട്ടെ, എന്നിട്ടല്ലേ ബാക്കി. എന്നാലേ നമുക്ക് ഇറങ്ങാം, പെട്ടെന്ന് ഇറങ്ങാം. ബിരിയാണി അങ്ങനെ തീർന്നു പോയാലേ പിന്നെ കിട്ടത്തൂല. ഞാൻ ബിരിയാണി ഇവിടെ മനുഷ്യന്റെ ചങ്കിനകത്ത് ബിരിയാണി തിരിഞ്ഞോണ്ടിരിക്കുക. അപ്പോഴാ അയ്യോ, മനുഷ്യന്റെ ചങ്കിന് എന്നാ പറ്റി? ചങ്ക് മത്തങ്ങയായോ? ഒരു കുന്തോ ഇല്ല, നീ ഒന്ന് ഇറങ്ങിയേ. വാ. മനുഷ്യ ഈ വാതിലൊക്കെ ഭർത്തമായിട്ടങ്ങ് അച്ചാരെ. എന്നതാ ഭർത്തമായിട്ടങ്ങ് അച്ചാൻ. എന്ത്? ഓ എന്റെ അമ്മോ, ഭർത്തം ഓരപ്പിച്ചങ്ങ് അടച്ചാനെ. ഓ ഭദ്രം. ആ ഭദ്രമായിട്ട് തന്നെ അടയ്ക്കുന്നേ. അല്ലെങ്കിൽ ഇതിനകത്ത് എന്നായിരുന്നിട്ടാ കള്ളം കൊണ്ടുപോവാൻ? കള്ളനല്ല, കള്ളിപ്പൂച്ച. എന്റെ 4 വിക്കറ്റാ ഈ മുറിക്കകത്ത്. നിനക്ക് ഏത് ക്രിക്കറ്റ് മാച്ചിൽ നിന്ന് കിട്ടിയ വിക്കറ്റ്? വിക്കറ്റ്, ഈ കീർമ വിക്കറ്റ്. ഓ ക്രീം ബിസ്ക്കറ്റ്. അതൊന്നും പൂച്ച കൊണ്ടുപോകത്തില്ല. അതെന്നതാ ഇത്ര ഉറപ്പ്? ആ പൂച്ചയ്ക്ക് ഞാനൊരു കത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ലിറ്ററോ? ആ ലിറ്റർ. കുടിഞ്ഞൊരു ഇംഗ്ലീഷ്. അല്ല, എന്നാ ലിറ്റർ എഴുതിയേക്കുന്നേ? പൂച്ചേ കുട്ടിമണിയുടെ ക്രീം ബിസ്ക്കറ്റ് എടുക്കരുതേ, എടുത്താ നിന്റെ കാല് തല്ലി ഒടിക്കുമേന്ന്. എന്നാ പോവാം. ഇന്നാ ലിറ്റർ വെച്ച് പൂച്ച പേടിച്ചോടും. ഞാനും മനുഷ്യരുടെ പുറത്തു പോവാണല്ലോ. എന്റെ ബിരിയാണി ഒക്കെ വാങ്ങിച്ചു തരും. ബിരിയാണി ഇല്ലാത്ത കുഴപ്പമേ ഉള്ളൂ. വ്യാക്കൂണായിരിക്കും നാശം പിടിച്ചതിന്. അപ്പച്ചിയമ്മേ, എങ്ങനെ പറയാതിരിക്കും ബാല? എനിക്ക് പെണ്ണിന്റെ മുഖം കാണുമ്പോഴേ വായിക്കകത്ത് കയ്പ് നിറയും. അതെ, ഞാൻ പേച്ചോളൊന്നുമല്ല. ഞാൻ അച്ഛനെ രാജകുമാരി. പിന്നേടാ തങ്ക കട്ടിയല്ലയോ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അപ്പച്ചിയമ്മേ, അവളെ ഒന്നും പറയരുത്. അവക്കെന്തറിയാം? എന്നാലും ബാല, ഈ പെണ്ണി കുടുംബത്തോട് കാണിച്ച ചതിയെക്കുറിച്ച് ഓർക്കുമ്പം കുടുംബത്തിന്റെ മോന്തായ അടിച്ചൊടിച്ച് കളഞ്ഞവളായവള്. ഞാനൊന്നും പറയുന്നില്ല. അച്യുതം പുണ്യം ചെയ്തവനാ. അതാ ഇതൊന്നും കാണാൻ നിൽക്കാതെ നേരത്തെ അങ്ങ് പോയത്. ഒരു തരത്തിൽ പറഞ്ഞ ശാരദയ്ക്കും ഭാഗ്യമുണ്ട്. എന്റെ പെണ്ണെ, നീ ഒന്ന് അടങ്ങി നിൽക്ക്. പെണ്ണ് കുതിര കളിച്ച് ഇനി അടുത്ത കൊള്ള വരുത്തി വയ്ക്കുമല്ലോ. കേട്ടോ ബാല, കലമോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേട്ടപ്പോ എനിക്ക് സത്യമാണെന്ന് തോന്നി. എന്നതാ അപ്പച്ചിയമ്മേ? സിജൻ ഈ പെണ്ണിനെ ഉപേക്ഷിച്ചേക്കുമെന്ന്. അങ്ങനെ എന്തെങ്കിലും സിജൻ പറഞ്ഞോ? കലമോളോടോ മറ്റോ സൂചിപ്പിച്ച് കാണുമായിരിക്കും, അല്ലാതെ പറയത്തില്ലല്ലോ. അങ്ങനെ വന്നാലത്തെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കിക്കേ. ആരാന്റെ കൊച്ചിനെയും കൊണ്ട് ഈ പൊട്ടിപ്പെണ്ണ് എന്റെ പരുത്തിക്കാവിലമ്മേ, എന്നെ കൂടി അങ്ങ് മോളിലേക്ക് എടുക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല അപ്പച്ചിയമ്മേ. ഞാൻ വേണമെങ്കിൽ സിജനോടൊന്ന് സംസാരിക്കാം. അതെ, എന്നതാ കാര്യമെന്ന് വെച്ചാ പറഞ്ഞാ മതി. ഞാനും വേണേ സമാരിച്ച മനുഷ്യനോട്. പൊടി അവിടുന്ന് അഹങ്കാരി. ഒരു സംസാരക്കാരി വന്നിരിക്കുന്നു. കുഴപ്പമെല്ലാം വരുത്തി വെച്ചതും പോരാ. നീ പൊടി, നിന്നെ പാമ്പ് മാത്രമല്ല പട്ടിയും കടിച്ചു. ആ പാമ്പും കൊത്തി പട്ടിയും കടിച്ച് നെറുകത്തലയിൽ ഇടിയും വെട്ടിയ അവസ്ഥയിലാ ഞാനിപ്പം. ഇനി അതിന് മേൽ എന്നാ സംഭവിക്കാനാ? ഞാൻ സിജനുമായിട്ടൊന്ന് സംസാരിക്കുന്നത് നല്ലതല്ലേ അപ്പച്ചിയമ്മേ? നീ എന്ത് സംസാരിക്കും ബാല, അത് പറയ്. ആരാന്റെ ഗർഭം ചുമക്കുന്ന നിന്റെ പെങ്ങളെ ഉപേക്ഷിച്ചു പോകരുതെന്നോ? എടാ, അവനൊരാണല്ലേടാ. 10 പൈസ സ്ത്രീധനം പോലും വാങ്ങിക്കാതെ ബുദ്ധിയില്ലാത്ത ഈ ജന്തുവിന്റെ ഭാര്യയൊക്കെ സ്വീകരിച്ചില്ലേ അവൻ? സ്നേഹത്തോടെ നോക്കിയില്ലേ? അവൻ കാരണം ഈ പെണ്ണ് കരഞ്ഞ് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവളെ കാണാതായ ഓരോ നിമിഷവും ആ ചെറുക്കൻ നെഞ്ചുപൊട്ടി നടക്കുന്നത് കണ്ടതല്ലേടാ നമ്മള്. ആ പാവത്തിനോട് ഇനി ഇവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുക്കണമെന്ന് പറയാൻ പറ്റുമോ? കുട്ടിമണിയെ കൊന്നുകളയാൻ പറയാൻ പറ്റുമോ അപ്പച്ചിയമ്മേ നമുക്ക്? അതും പറ്റത്തില്ല. ഈ പെണ്ണിനോട് പകയും വൈരാഗ്യവും ഒന്നും ഉണ്ടായിട്ടല്ല ബാല ഞാൻ ഈ പറയുന്നത്. എന്റെ നെഞ്ചിന്റെ നീറ്റലല്ലേടാ ഞാൻ ഈ പറയുന്നത്. നാളെ ഞാനും കൂടി ഇല്ലാതായാൽ ഈ പൊട്ടി ജന്മത്തിന്റെ ഭാവി എന്താകുമെന്ന് ആദ്യമല്ലേടാ എനിക്ക്. ഒക്കെ ശരി തന്നെയാ അപ്പച്ചിയമ്മ പറഞ്ഞതെല്ലാം വള്ളി പുള്ളി തെറ്റാതെ ശരിയാ. എല്ലാ കാലത്തും വയലോരം വീടിന്റെ ചങ്കിനകത്ത് കിടന്നു വീറുന്ന ഒരു തീക്കനല്ല കുട്ടിമണി. ഓരോ പ്രായത്തിൽ ഓരോ രീതിയിൽ ഊതിയണയ്ക്കാൻ തോന്നില്ല ആർക്കും. ഇനി ഊതിയാൽ തന്നെ അവളോടുള്ള സ്നേഹം കൂടുതൽ തിളക്കത്തോടെ ജ്വലിക്കത്തേ ഉള്ളൂ.
എവിടെയും ഇപ്പോഴും കുട്ടിമണിയെ കുറ്റപ്പെടുത്താനോ വഴക്കു പറയാനോ തോന്നുന്നില്ല. ഒരർത്ഥത്തിൽ അവൾ എന്ത് തെറ്റ് ചെയ്തു? എന്താണ് തെറ്റെന്ന് തിരിച്ചറിയാത്തവളെ തെറ്റിന്റെ പേരിൽ ക്രൂശിച്ചിട്ട് എന്താ കാര്യം? സിജനോട് നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കണം കേട്ടോ. വേണമെങ്കിൽ അവന്റെ കാല് പിടിക്കണം. ഈ അവസ്ഥയിൽ പെണ്ണിനെ അവൻ ഇട്ടിട്ട് പോവരുത്. അതാ ആ ബാലേട്ടാ, ഞാനൊന്ന് പുറത്തു പോവാ കുട്ടിമണിയും കൊണ്ട്. അതെന്താ പതിവില്ലാത്തൊരു പുറത്തുപോക്ക്? പതിവില്ലാത്തതൊക്കെയാണല്ലോ ബാലേട്ടാ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഈ പുറത്തെന്ന് പറഞ്ഞാൽ എവിടാ? അപ്പച്ചിയമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? അല്ല, അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. പുറത്തെന്ന് പറഞ്ഞാൽ കടല് കാണാൻ പോവാം, കായൽ യാത്ര നടത്താം, തീവണ്ടി ആപ്പീസ്, തീവണ്ടി പാളം, തീവണ്ടി, കടൽ, കടൽ പാലം, കിടക്കുവല്ലേ സ്ഥലങ്ങൾ. പോയിട്ട് എപ്പോ വരും നിങ്ങൾ? യാത്രകളിൽ നമുക്ക് തിരിച്ചുവരവ് പറയാൻ കഴിയില്ല എന്നറിയില്ലേ ബാലേട്ടാ? യാത്ര പറഞ്ഞ് പോകാനേ നമുക്ക് കഴിയും. പേര് ചൊല്ലി എപ്പം തിരിച്ചു കയറി വരും എന്ന് പറയാൻ പറ്റുമോ? സിജൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ബാലേട്ടാ. അതേപ്പറ്റി ചിന്തിച്ച് ചുമ്മാ തലമുണ്ടാക്കണ്ട. മനുഷ്യ നമുക്ക് പോ. ആ എന്നെ തീവണ്ടി കാണിച്ചനെ. അതെ, എന്നെ തീവണ്ടി കാണിച്ചാന്ന് മനുഷ്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? കാണിക്കാം. ആ തീവണ്ടി കൂകിപ്പായും തീവണ്ടി. ഓ എന്റെ തീവണ്ടി ആണല്ലോ. മനുഷ്യ പോവാ, വാ വാ, വേം പോ. സിജ, കുട്ടിമണിയെ വേണ്ടെങ്കിൽ ഇങ്ങ് തിരിച്ചു തന്നേക്കണം. അവള് തെറ്റുകാരിയാണെന്നറിയാം, പക്ഷെ എങ്ങും കൊണ്ടേ കളയരുത്, കൊല്ലരുത്. ഇല്ല ബാലേട്ടാ, പറയാതെ മനസ്സിജൻ വയലൂരം വീട്ടിനെ ചതിക്കില്ല. ചെയ്യാനുള്ളത് പറഞ്ഞിട്ടേ ചെയ്യൂ. വാകട്ടു. ടാറ്റാ ടാറ്റാ അപ്പച്ചമ്മേ, വല്യേട്ടാ ടാറ്റാ ടാറ്റാ. പരുത്തിക്കാവിലമ്മേ, ആ ചെറുക്കന് ദുർബുദ്ധി ഒന്നും തോന്നിക്കല്ലേ. കരിമ്പൂച്ച അല്ല, കൊച്ചേച്ചി വട്ടം ചാടി. ആ മനുഷ്യ, കൊച്ചേച്ചിയാ നമ്മളിന്റെ ശനുകം കണ്ടേ. ശനുഗോ അല്ല, ശകുനം. ആ അതന്നെ. എന്താ മതി? അല്ല, എവിടേക്കാ രണ്ടാളും കൂടെ ആഘോഷമായിട്ട്? എവിടേക്കാണെന്ന് മതിക്ക് അറിയത്തില്ലേ? അറിയാം. എന്തിനാ പോകുന്നതെന്ന് നീ ഓർക്കുന്നുണ്ടോ? അതെനിക്കറിയാം. അങ്ങനെ അറിയാന്ന് പറഞ്ഞാ പോരാ, റിസൾട്ട് വേണം. ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന റിസൾട്ട്. എങ്കിൽ പിന്നെ മതി തന്നെ നേരിട്ട് ചോദിച്ചു ബോധ്യപ്പെടും. മതിക്ക് നേരിട്ട് വഴികളില്ലാഞ്ഞിട്ടല്ല മനസ്സിജ. മതിക്ക് നേരിട്ടെ ഒന്നും ചെയ്യാതിരിക്കാനാണല്ലോ നിന്നെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ഞാൻ എന്നാലാവുന്ന വിധം ചോദിച്ചു നോക്കാം. ഒന്നിനും ഉറപ്പില്ല എനിക്ക്. നീ ഇങ്ങനെ സംസാരിക്കല്ലേ, നിന്നെ കൊണ്ട് പറ്റും. നീയായിട്ട് പറയാതിരുന്നാ മതി. പറഞ്ഞാലും പറയാതിരുന്നാലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. എന്നങ്ങ് തീർത്തു പറയാതെ മനസ്സിജ. നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ദോഷം വന്നാലേ അത് നിന്നെയും ബാധിക്കത്തില്ലേ? മനുഷ്യ ഞാനല്ലേ മനുഷ്യന്റെ ഭാര്യ. അപ്പൊ എനിക്ക് എന്ത് ദോഷാ മനുഷ്യ വരാൻ പോണേ? കണ്ടില്ലേ പിടിച്ചെടുത്തത്. ഇവക്ക് ബുദ്ധി ഇല്ലെന്ന് പറയുന്നവരെ തല്ലണം. ആ എന്നാ ഞാൻ കൊച്ചേച്ചി തല്ലട്ടെ? ഡിഡി വേണ്ട, വലിയ തമാശയൊന്നും വേണ്ട. ആ തമാശയായിട്ടല്ല, കാര്യായിട്ടാ തല്ലാന്ന് വന്നേ. കൊണ്ടു പോടാ നിന്റെ പിശാചിന്. ഞാൻ പിശാചൊന്നും അല്ല, ഞാനേ രാജകുമാരി. ഓ പിന്നെ രാജകുമാരി. മനസ്സിജ, എത്ര രൂപയുടെ തീറ്റ വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും.
തിരിച്ചു വരുമ്പോ ഇവളുടെ തലയ്ക്കകത്തിരിക്കുന്ന ആ ഒരു രഹസ്യം അത് നിന്റെ നാവിൻ തുമ്പിൽ ഇരിക്കണം. ഒരു മരണത്തിന് പിന്നിലുള്ള രഹസ്യം. മനുഷ്യ എന്നതാ മനുഷ്യ? ഒന്നുമില്ല. ഓ വാകട്ടു ഇരിക്കും. മനുഷ്യ ഇത് ഏതാ മനുഷ്യ ഈ സ്ഥലം? ഇതാണ് റെസ്റ്റോറന്റ്. എന്നടാ രണ്ടെന്തെന്തെന്റെയോ? എന്റെ കുട്ടിമണി ഹോട്ടൽ. ഹോട്ടല്. ഓ എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാൻ കൊണ്ടുവന്നതല്ലേ? ഓ എനിക്ക് വയ്യ. ഓ എനിക്ക് എന്ത് ഭക്ഷണം വാങ്ങിത്തരാൻ മോനെ? കുട്ടിമണിക്ക് ഇഷ്ടമുള്ളത് എന്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാനൊരു കാര്യം ചോദിച്ചാ കുട്ടിമണി സത്യം പറയണം. ഞാൻ മനുഷ്യനോട് സത്യമേ പറയത്തുള്ളൂ. എന്നാ ഇരിക്കും ഇരിക്കും നോക്കിയിരിക്കണേ. എന്നതാ കുട്ടിമണിക്ക് വേണ്ടത്? ബിരിയാണിയും ബൂസും മതി. ജ്യൂസ്? ജ്യൂസ്. പിന്നെ മുന്തിരിങ്ങായത് മതിയേ. ഒരു ചിക്കൻ ബിരിയാണി, ഒരു മുന്തിരി ജ്യൂസ്, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ. ശരി സാർ. മനുഷ്യൻ ഒരു ശമ്പവൻ തന്നെ കേട്ടോ, ഒരു വീരക ശമ്പവൻ. എന്താ കുട്ടിമണി? അതോ ഞാൻ പറയാതെ തന്നെ എനിക്ക് ചിക്കൻ ഫ്രൈ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? മനുഷ്യനെ എന്നെ ഭയങ്കര ഇഷ്ടല്ലേ? അതല്ലേ എനിക്ക് ബിരിയാണി, ചിക്കൻ ഫ്രൈയും ബൂസും ഒക്കെ വാങ്ങിച്ചു തരണേ. വേണ്ട വേണ്ട, ഞാനേ തിന്നാൻ പോവാ. മനുഷ്യന് വേണോ? മനസ്സിന് വിശപ്പില്ല, കുട്ടു കഴിച്ചു. മനുഷ്യന്റെ വയർ അപ്പടി നിറഞ്ഞിരിച്ചു വേണോ? ഷോ എന്റെ വയറിലാണ് അപ്പടിയും വിശപ്പ. കുട്ടു കഴിച്ചോ? ഞാൻ കഴിച്ചോണേ. അയ്യോ കഴിക്ക്. പിന്നെ ഞാൻ ചോദിക്കട്ടെ? കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുട്ടിമണിയുടെ അച്ഛ എങ്ങനെയാ മരിച്ചത്? കുട്ടിമണിയുടെ അച്ഛ എങ്ങനെയാ മരിച്ചതെന്ന്. ഇതെങ്ങനെ കണ്ണു മീച്ച് വാ പൊളിച്ച്? അതല്ല കുട്ടിമണി, കിണറ്റിൽ വീണല്ലേ? കിണറ്റിൽ വീണാണെന്ന് മനസ്സിനറിയാം, പക്ഷേ എങ്ങനെയാ കുട്ടിമണി വീണത്? എന്താ കുട്ടിമണി, എങ്ങനെയാ അച്ഛ വീണത്? എങ്ങനെയാ വീണെന്ന് ആരോടും പറയില്ലെന്നാ അമ്മയും വല്യച്ഛൻ പറഞ്ഞേക്കുന്നെ. മനസ്സിനോടല്ലേ കുട്ടി പറ. അതെ, മനുഷ്യൻ ആരോടെങ്കിലും പറയുമോ? ഇല്ല. പറഞ്ഞാലേ കൂട്ടിമണിയെ പോലീസ് പിടിച്ചു, അതുകൊണ്ടാ. ഇല്ല, പറയത്തില്ല. സത്യം. സത്യമായിട്ട് നേരായിട്ട് സത്യമാണോ? സത്യമായിട്ട് നേരായിട്ട് സത്യം. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാവോ? സത്യം. അതെ, ഞാനും എൻ്റെ അച്ഛനും കൂടെ കളിച്ചു വരുന്നേ. അന്നേരം ഞാന് ചുമ്മാ പേടിപ്പിച്ചാനായിട്ട് ഒരൊറ്റ തല്ല്. അങ്ങനെ എൻ്റെ അച്ഛക്കാണ് വീണ. ഞാൻ
ചുമ്മാ തള്ളിയതാ. അച്ഛനെ കൊണ്ടെന്നും പറഞ്ഞ് അന്നമ്മ എന്നെ ഒത്തിരി തല്ലിയായിരുന്നു. പക്ഷെങ്കിൽ അച്ഛയോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനേ ഈ കുട്ടിമണിയെ കളിച്ചതാന്ന്. കുട്ടു ബിരിയാണി കഴിക്കേ. എനിക്ക് വേണ്ട. അയ്യോ അതെന്നാ? അച്ഛൻ തല്ലിയിട്ടത് ഓർത്തപ്പോ എന്നെ വിശപ്പ് പോയി മനുഷ്യ. കുട്ടു 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 നില്ല ദാണ്ടേ ഒരു കുഞ്ഞി വാവ. ബാ അവിടെ വേറെയും കുഞ്ഞുവാവുണ്ട്. ആണാ? കാണിച്ചാ ശരി. മഞ്ചായ മനുഷ്യ നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? ഡോക്ടറെ കാണാൻ. എന്തിനാ മനുഷ്യൻ നമ്മൾ ഡോക്ടറെ കാണുന്നേ? നമ്മളല്ല, കുട്ടിമണിയെ കാണിക്കാം. അത് ശരി, കള്ള മനുഷ്യ ആന കള്ള. എന്നെ ഡോക്ടറെ കൊണ്ട് കുത്തിവെപ്പിച്ചാനല്ലേ ബിരിയാണി വാങ്ങിച്ചു തന്നെ? അല്ല കുട്ടിമണി. കുട്ടു ഓടരുതേ, കുട്ടിമണിയെ കുത്തത്തില്ല. സത്യമാണ്, സത്യമായിട്ട് നേരാണേ. എന്നെ കുത്തിയാ ഞാൻ കാണിച്ചു പഠിച്ചു നോച്ചോ? ഇല്ലെന്നേ, മനസ്സിനെ കുട്ടിമണിക്ക് വിശ്വാസമില്ലേ? വിശ്വാസമൊക്കെ ആണെങ്കിലും ഒരെന്നാലും ഇല്ല. കുട്ടിമണി ധൈര്യമായിട്ട് വന്നേ. വാ വാ, കുത്തത്തില്ലെന്നേ. എനിക്ക് പേടിയാ മനുഷ്യ. കുത്തത്തില്ല കുട്ടിമണി, സത്യമാണെന്ന്. അതെ, ഈ പ്രഗ്നൻസി ടെസ്റ്റിനൊക്കെ ചീട്ടെടുത്തിട്ടുണ്ടോ? ഫോണിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ ആളെ എന്റെ ഒപ്പം വിട്ടോളൂ. ശരി, താങ്ക്സ്. കുട്ടു, ഈ ചേച്ചിയോടൊപ്പം ഒന്ന് ചെന്നേ. എന്നാത്തിനാ മനുഷ്യ? ഞാൻ പോണില്ല, എന്നെ കൂട്ടാൻ വേണ്ടിട്ടല്ലേ. ഒന്നുമില്ല, ഇപ്പൊ എങ്ങ് വിടും. ചെന്നില്ലെങ്കിലാ കുത്തുന്നേ. ചെല്ലു കുട്ടിമണി, അനുസരിക്കും. ചെല്ലു കുട്ടിമണി. ഇല്ലെന്ന് ഞാനല്ലേ പറഞ്ഞത്. കുട്ടിയാന്റെ ഞാൻ കടിച്ചോ? ചെല്ല് വന്നേ. ചെല്ല് ചെല്ല്. റിസൾട്ട് നെഗറ്റീവ് ആട്ടോ. എന്ന് വെച്ചാ നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് അല്ല. നന്ദി ദൈവമേ, എന്റെ കുട്ടു. നന്ദി ഡോക്ടർ, സന്തോഷമായി. ഓടി. മനസ്സിനെ ഭയങ്കര സന്തോഷമായി. എന്റെ മനസ്സിലായിട്ടൊരു സന്തോഷം. കുട്ടു, ഇവിടെ ഇറങ്ങിക്കോ. മനുഷ്യനോട് പോവാ. അതൊക്കെ ഉണ്ട്. മനസ്സിനെ ഒരാളെ കാണണം. കുട്ടി ഇവിടെ ഇറങ്ങും. എന്നോട് ഇനി പിണങ്ങി എങ്ങാനും പോവാന്നോ മനുഷ്യ? കുട്ടുവിനോടെ എനിക്കൊരു ഇത്തിരി പിണക്കുണ്ടായിരുന്നു. ഇപ്പൊ ഒട്ടുമില്ല. ഇല്ല, സത്യമായിട്ടില്ല. സത്യമായിട്ടില്ല. സത്യമായിട്ട് നേരായിട്ടുമില്ല. എന്റെ കുട്ടു സത്യമായിട്ട് നേരായിട്ടും എന്റെ കുട്ടുവിനോട് എനിക്ക് പിണക്കമില്ല. അത് മാത്രമല്ല, കുട്ടിമണിയോട് എനിക്കുള്ള ഇഷ്ടം കൂടുകയും ചെയ്തു. സത്യം. കുട്ടിമണി ഇറങ്ങിക്കോ. മനുഷ്യ പെട്ടെന്ന് വരണേ. കൊച്ചേച്ചി, ഞാൻ ബിരിയാണി ബിരിയാണി. എടാ, എന്തായി? ചോദിച്ചു പെണ്ണിനോട്. കിട്ടിയോ വിവരം? വിവരം പലതും കിട്ടി. എന്താ പറയടാ, കേക്കട്ടെ. തൽക്കാലം ഞാൻ അല്പം ധൃതിയില മതി. എന്ത് ധൃതിയാണെങ്കിലും ശരി,
ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോയാ മതി. പറയടാ, ഇവിടുത്തെ കുറിപ്പ് എങ്ങനെ മരിച്ചത്? കിണറ്റി വീണ്. അതെനിക്കറിയാം. അതില് കുട്ടിമണിക്കുള്ള പങ്കാണ് എനിക്ക് അറിയേണ്ടത്. കുട്ടിമണിക്കതിൽ ഒരു പങ്കുമില്ല. ഒരു പങ്കുമില്ലേ? പക്ഷേ അപ്പച്ചമ്മ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അച്യുതക്കുറുപ്പ് കിണറ്റി വീഴുമ്പോ കുട്ടിമണി വീടിന്റെ പിന്നാമ്പുറത്ത് കുട്ടികളുമായിട്ട് പന്ത് കളിക്കുമായിരുന്നു. ഓ, ഭാര്യയെ രക്ഷിക്കാൻ നീ കാര്യങ്ങൾ വളച്ചൊടിക്കുവാണല്ലേ? സത്യം പറയടാ. എനിക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കുകയും തിരിച്ചു മറിക്കുകയും ചെയ്യേണ്ട ഒന്നിന്റെ ഒരു കാര്യമില്ല. ഞാൻ അറിഞ്ഞ സത്യമാ ഞാൻ പറഞ്ഞത്. കുട്ടിമണിക്ക് കുറുപ്പിന്റെ മരണത്തിൽ യാതൊരു പങ്കുമില്ല. പിന്നെ സത്യങ്ങൾ ഓരോന്നായി ഓരോ സമയത്ത് പുറത്തു വന്നോണ്ടിരിക്കുവല്ലേ. അതിന്റെ ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ എന്താടാ ഒരുമാതിരി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? ഒന്നുമില്ല. ഇനി മനസ്സിനൊന്നേ ഇറങ്ങി കളിക്കാൻ പോവാ മതി. ഇത്രയും കാലം ഒരു പാവത്താന്റെ കുപ്പായമായിരുന്നു എനിക്ക്. ഇനി അതൊന്ന് മാറ്റാം, അല്ലേ? നടക്കുന്ന കാര്യം വല്ലോ പറ മനസ്സിജ. എന്റെ കയറിൻ തുമ്പത്തെ ഒരു വളർത്തു മൃഗമാണ് നീ. എനിക്ക് എന്നെക്കാളും ഇഷ്ടമുള്ള ഒരു മൃഗം. നിന്റെ ചിന്തകളും ഹൃദയമിടുപ്പും വരെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവളാ ഈ മതികല. അതുകൊണ്ടേ എനിക്ക് മുമ്പിൽ മാത്രം നിന്റെ ഹീറോയിസം വേണ്ട. നോക്കാം. അല്ല, നീ എവിടേക്കേപ്പോ? ഒരാളെ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ ചോദിക്കാം. ചോദിച്ചറിയണം. ആരെ? അതൊക്കെ കഥയിലെ സസ്പെൻസ് അല്ലേ. പണി പാലും വെള്ളത്തിലെന്ന് മതി കേട്ടിട്ടില്ലേ? അങ്ങനൊരു പണി ഒരാൾക്ക് കൊടുക്കാൻ പോവാ. വന്നിട്ട് കാണാം. എടാ, നിങ്ങൾ എവിടൊക്കെ പോയി കൊച്ചേ? ഞങ്ങളെ ഒത്തിരി ദൂരത്തങ്ങ് പോയേ. ഒത്തിരി സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ. എന്തൊക്കെ കണ്ടു? കാറ് കണ്ടു, ഒരു റോലി കണ്ടു, ജീപ്പ് കണ്ടു. മനസ്സിജൻ കുട്ടിമണിയോട് ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. എനിക്ക് വിശക്കുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിശക്കുന്നെന്ന്. അന്നേരം എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു. ആഹാ, എന്നിട്ട് എന്താ കഴിച്ചേ? ബിരിയാണി, പിന്നെ ചിക്കൻ ഫ്രൈയും ദൂസും എല്ലാം വാങ്ങിച്ചേ. പക്ഷേങ്കിൽ ഞാൻ മുഴുവൻ കഴിച്ചില്ല. അതെന്താ? ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോ മനുഷ്യ എന്റെ അച്ഛയെ പറ്റി ചോദിച്ചു. അച്ഛയെപ്പറ്റി എന്നതാ മനസ്സിന് ചോദിച്ചേ? അതൊക്കെ പരസ്യ, ആരോടും അങ്ങനെ പറയത്തൊന്നുമില്ല. പിന്നെ നിങ്ങൾ എവിടൊക്കെ പോയി? വേറെങ്ങും പോയില്ലേ മോളെ? വേറെ ഞങ്ങൾ പോയത് ഹോസ്പിറ്റലിൽ പോയി. എവിടെ? ഹോസ്പിറ്റല്, ആശുപത്രി. ഈ അപ്പച്ചമ്മയ്ക്ക് ഒന്നും അറിയത്തില്ല. പള്ളിക്കൂടത്തിൽ പോവാതെ. ഓ, നീ പിന്നെ ഡിഗ്രി ആണല്ലോ. ഹോസ്പിറ്റലിൽ പോയായിരുന്നു അല്ലേ? ഹോസ്പിറ്റലിൽ പോയെന്നോ? എന്തിന്? ഗർഭിണിയായ ഭാര്യയെ ഭർത്താവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് എന്തിനാ? ചെക്കപ്പിന് അല്ല. ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് കലമോൾ എന്തിനാ അറിയുന്നേ? ഗർഭം കലമോൾക്കല്ലല്ലോ. നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാനാണല്ലോ ആദ്യം ഒരു ആശുപത്രിയിൽ ഡോക്ടറെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പോ പിന്നീട് ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിലും അത് ഞാൻ മുഖേന വേണമല്ലോ. ആ ഡോക്ടറും ആ ആശുപത്രിയും അത്ര പോരാന്ന് സിജന് തോന്നിക്കാണും എന്ന് നിങ്ങളോട് പറഞ്ഞു? അയ്യോ, എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഊഹിച്ചത്. ഞാനൊരു പാവം വക്കീലല്ലേ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ടേ മനുഷ്യന് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കാണല്ലോ ഒത്തിരി ഐക്യമൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് മനസ്സിന് ഇപ്പൊ എവിടെയാ പോയത്? അതൊന്നും എനിക്കറിയത്തില്ല. ഒരാളെ കാണുമെന്ന് പറഞ്ഞു പോയതാ. ഇങ്ങനെ പറയൂ, എന്താ പുതിയ വിവരങ്ങൾ? കേൾക്കാൻ അത്ര സുഖമുള്ളൊന്നുമല്ല. രവിയോട് പറയാൻ എനിക്കിത്തിരി വിഷമമുണ്ട്. പറയൂ, എന്തായാലും കേട്ടല്ലേ പറ്റൂ. പക്ഷേ ഇപ്പോഴും എനിക്കങ്ങ് വിശ്വാസമില്ല കേട്ടോ. എൻ്റെ മതി എന്നോട് എന്തെങ്കിലും കള്ളം പറയുന്നു
അത് രവിയുടെ നല്ല മനസ്സ്. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്നാണ് ഞാൻ ഇപ്പോഴും ആശിക്കുന്നത്. ഓരോ ഫാമിലി കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. പരസ്പരമുള്ള സംശയങ്ങളൊന്നും ശരിയായിരിക്കരുതേ എന്ന്. കാരണം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ വില നന്നായിട്ട് അറിയാവുന്നവളാ ഞാനും. ഡയാനയുടെ ഫാമിലി സാറി, ഞങ്ങളുടെ ആരുടെയും ഒരു തരത്തിലുള്ള പേഴ്സണൽ വിവരങ്ങളും വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് അധികാരമില്ല. മനസ്സിജനും മതികലയും വർഷങ്ങൾക്ക് മുൻപേ പരിചയക്കാരാണ്. ഒന്നിച്ച് കളിച്ചു വളർന്നവരുമാണ്. ഡിഗ്രിക്ക് മുകളിൽ വിദ്യാഭ്യാസമുള്ള മനസ്സിജൻ എന്റെ അന്വേഷണത്തിൽ ഒരിക്കലും ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ വന്നത് ടാക്സി ഡ്രൈവറായിട്ടാണ്. അതൊക്കെയാണ് എനിക്കും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. പരസ്പരം അറിയാവുന്ന കാര്യം എന്തിനവർ മറച്ചുവെച്ചു? അത് ഒരു പക്ഷേ എനിക്കെന്തെങ്കിലും സംശയം തോന്നുന്നു കരുതിയിട്ടാണെങ്കിലോ? അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ രവി ഒരു സംശയാലോ ശല്യക്കാരനോ ആയ ഭർത്താവല്ലല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് ഇതുവരെയുള്ള ദാമ്പത്യ ജീവിതത്തിൽ മതികലയുടെ വാക്കുകൾക്കല്ലായിരുന്നോ പ്രാധാന്യം? അതെ. ഒരുപക്ഷെ ആദ്യം എന്നോട് മതിക്ക് ഒരു ഉൾപ്പേടി ഉണ്ടായിരുന്നെങ്കിലോ? ഭാര്യയുടെ സ്ഥാനത്ത് ന്യായം കണ്ടുപിടിക്കാനുള്ള രവിയുടെ ശ്രമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വിജയിക്കുകയും ചെയ്യട്ടെ. പക്ഷേ സാഹചര്യ തെളിവുകൾ ഇപ്പോൾ മതികലയ്ക്കെതിരാണ്. സെക്കൻഡ് തിങ്, മതികല പഠിക്കാൻ പോയി എന്ന് പറഞ്ഞ എല്ലാ കോളേജുകളിലും ഞാൻ അന്വേഷിച്ചു. ഒരിടത്തും ആ പേരിൽ ഒരാൾ ചേർന്നിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. എല്ലാം കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. ഫൈനൽ റിസൾട്ട് എന്തോ ആവട്ടെ, അത് സഹിക്കാനുള്ള മാനസികാവസ്ഥ രവിക്ക് ഉണ്ടാവണം. അന്വേഷണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്നതേയുള്ളൂ. ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോവാനുണ്ട്. രവി പ്രാർത്ഥിക്കാം. ഞാൻ പോവാം. ഡയന, എന്താ രവി? അന്വേഷണത്തിൽ മതി തെറ്റുകാരിയാണെങ്കിൽ പൊറുക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊറുക്കണം. ഏറ്റവും കൂടുതൽ അപ്പീലുകൾ അനുവദിക്കുന്ന, ഏറ്റവും കൂടുതൽ ദയാഹർജികൾ അനുവദിക്കുന്ന കോടതി മനുഷ്യന്റെ മനസ്സാണ്. നാളെ ചർച്ചിൽ പോകുന്നുണ്ട് ഞാൻ. രവിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ശരി, ഞാൻ പോവാം. മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ പറയുന്നവൻ, പ്രവർത്തിക്കുന്നവൻ. ഏയ് മിസ്റ്റർ, നിങ്ങളെന്താ തമാശ കളിക്കാണോ? എന്താ പറയാൻ വന്നോന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. പേഷ്യന്റിനോട് കുറച്ച് പേഷ്യൻസ് കാണിക്കും ഡോക്ടറെ. സിസ്റ്ററെ, ഒരു രമാബായി ഡോക്ടറുടെ റൂം എവിടെയാണ്? നേരെ പോയി ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി. ഓക്കെ, താങ്ക്സ്. സുഖപ്രസവം തന്നെ ആയിരിക്കുമല്ലോ ഡോക്ടറെ. ഓപ്പറേഷന് കാശില്ല, അതാ. സുഖമാണോ അസുഖമാണോ എന്നൊക്കെ ഞാനെങ്ങനെ അറിയും? കാശില്ലാത്തവരെ ധർമാശുപത്രി പോണം. കുഞ്ഞുണ്ടാവുകയും വേണം, കാശ് മുടക്കാനും വയ്യ. ഓരോരോ കേസുകള്. പോയേ പോയേ. വാ ചേട്ടാ, പോവാം. ആരാ? മനസ്സിജൻ. എന്നുവെച്ചാ ആരാന്നാ ചോദിച്ചത്? മനസ്സിലുള്ളത് മനസ്സിലുള്ളതുപോലെ പറയുന്നവൻ, പ്രവർത്തിക്കുന്നവൻ. ഏയ് മിസ്റ്റർ, നിങ്ങളെന്താ തമാശ കളിക്കാണോ? എന്താ പറയാൻ വന്നോന്ന് വെച്ചാ പറഞ്ഞിട്ട് പോ. പേഷ്യന്റിനോട് കുറച്ച് പേഷ്യൻസ് കാണിക്കും ഡോക്ടറെ. ഇല്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റ് ആവും. എടോ, താനെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? അയ്യോ, ഒരിക്കലും അല്ലേ. ഞാൻ ഡോക്ടർക്ക് കൂടി പ്രയോജനമുള്ള ഒരു കാര്യം പറയാൻ വന്നതാ. അന്നേരം ഡോക്ടർ ഒരുമാതിരി വെട്ടുപോത്തിനെ പോലെ നിന്നാൽ എങ്ങനെയാ? എന്നാ കാര്യമാ? അല്ല, ഇവിടെ കഥകൊന്നും ഇല്ലല്ലേ അടയ്ക്കാൻ? അതെ, രഹസ്യം പുറത്തു പോകാതിരിക്കാനാ. ഒന്നും പുറത്തു പോകത്തില്ല, താൻ പറയടോ. പെട്ടെന്ന് വേണം, ഇപ്പൊ പേഷ്യന്റ് ഒരുപാടുള്ള സമയം. ശരി, പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പൊക്കോളാം. അതെ, ഒരു ഗർഭം ഉണ്ടാക്കാൻ എത്ര രൂപ വേണ്ടിവരും? എന്താ? അതായത് ഈ ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് പറയാൻ എത്ര രൂപ ചെലവ് വേണ്ടി വരുമെന്ന്. ഏയ് മിസ്റ്റർ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? പ്രഗ്നൻസി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഡോക്ടറെ. ഡോക്ടറുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും
കാശ് മേടിച്ച് ഇല്ലാത്ത പ്രഗ്നൻസി ഡോക്ടർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോ പോലീസിനെ വിളിക്കും. എന്തിന്? കാശിന്റെ പാതി വാങ്ങാനോ? തന്നെ പിടിച്ച് പുറത്താക്കാൻ. അത് കളാ, അതെനിക്ക് ലസാഗു ഉസാഗ. ഡോക്ടറെ, മര്യാദയ്ക്ക് ഡോക്ടർ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ നേരെ വണ്ടി വിടുന്നത് അങ്ങ് ദൂരെ അടൂരിലേക്കായിരിക്കും. അവിടെ ഡോക്ടറുടെ പൊന്നുമോൻ കരുൺ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടായിരുന്നു ഓണാഘോഷ പരിപാടിക്കിടെ അവൻ ഫയർ എഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നു പോകുന്നത്. അല്ലേ, നല്ല ഫയർ ബ്രാൻഡ് പുള്ള തന്നെ കേട്ടാ. അവനെ ഞാനങ്ങ് പൊക്കും. അവന്റെ 4 വാരിയല്ലും ഒരു മുട്ടുചിരട്ടയും ഞാനങ്ങ് എടുക്കും. പിന്നെ മൂക്കിന്റെ ഈ പാലം, നമ്മുടെ വീടിനടുത്ത് ഒരു തോടിന്റെ കുറുകെ ഒരു കൊച്ചു പാലം വേണം. അതാ. എന്റെ മോനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ആരാ? മനസ്സിജൻ, കുട്ടിമണിയുടെ ഭർത്താവ്. ബുദ്ധിയില്ലാത്ത എന്റെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് ആരുടെ ബുദ്ധിയായിരുന്നു? എനിക്കത് അറിയണം, ഇപ്പൊ അറിയണം. അത് ഇതെന്നൊക്കെ പറഞ്ഞേ സീനിന്റെ നീളം കൂട്ടാൻ നിൽക്കണ്ട അമ്മച്ചി. ഇപ്പം തന്നെ ആവശ്യത്തിന് ലെങ്തായി. ഇനി എന്റെ വക വർക്കൗട്ട് കൂടി കഴിയുമ്പോ പിന്നെ ലെങ്ത് കൂടും. പറഞ്ഞോ? ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് കുട്ടിമണിയെ പിഴച്ചവളാക്കാൻ ശ്രമിച്ചവരെയൊക്കെ എനിക്കറിയാം. മതികളെ ചുറ്റിപ്പറ്റി ഭയാനകമായൊരു ദുരൂഹതയുണ്ട്. ഞാനിപ്പോ ശത്രുക്കളെ എണ്ണിപ്പറക്കുന്ന തിരക്കിലാണ്. കാലം കുട്ടിമണിക്ക് വേണ്ടി കരുതി വെച്ച ആയുധം